എല്ലാവർക്കും നമസ്കാരം. 2026 PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എക്കണോമിക്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്നും ബാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കണ്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നുള്ളത് അത് ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. അത് തെറ്റാണ്. കാരണം എന്താണ്? മഹലനോബിസിൻ്റെ വികസന മാതൃക നടപ്പിലാക്കിയത് നമുക്കറിയാം 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2ാം പഞ്ചവത്സര പദ്ധതിയെ എന്തുകൂടി വിളിക്കും? മഹലനോബിസ് മോഡൽ എന്നുകൂടി വിളിക്കാറുണ്ട്. 1956 മുതൽ 61 വരെയുള്ള 2ാം പഞ്ചവത്സര പദ്ധതിയെയാണ് മഹലനോബിസിൻ്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് തെറ്റായ പ്രസ്താവനയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ ജോൺ ഡബ്ല്യു മുള്ളറുടെ മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് 8ാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പഞ്ചവത്സര പദ്ധതികൾ എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ പഠിക്കണം, അതിൻ്റെ നയങ്ങൾ പഠിക്കണം, അതിൻ്റെ വർഷങ്ങളും പഠിക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് പരീക്ഷയിലെ എക്കണോമിക്സിലെ ഒരു മാർക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. കാരണം 1ാം പ്രസ്താവനയിൽ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി, കാരണം ഇന്ത്യ ആസൂത്രണത്തിൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നും കൂടി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 29, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂൺ 29 നമ്മൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ 2ാമത്തെ പ്രസ്താവന നമ്മൾ പറഞ്ഞു 8ാം പഞ്ചവത്സര പദ്ധതിയില്ല, 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ. 8ാം പഞ്ചവത്സര പദ്ധതിയിൽ ജോൺ ഡബ്ല്യു മുള്ളറുടെ മാതൃകയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത്, മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അത് ശരിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് കൽക്കത്തയിലാണ്. അത് അദ്ദേഹം സ്ഥാപിച്ചതാണ്. അതുപോലെ തന്നെ സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹലനോബിസ് ആണ്. അതും ശരിയാണ്. അദ്ദേഹം 1933 ആരംഭിച്ച പ്രശസ്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ജേണലാണ് സാംഖ്യ. അതായത് നമ്മുടെ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക ജേണലായിട്ട് ഇന്നും അത് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നു, സാംഖ്യ എന്ന ജേണൽ. അപ്പോൾ അത് 3 പ്രസ്താവനകളും അദ്ദേഹത്തെ സംബന്ധിച്ച് ശരിയാണ്. തെറ്റായത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമുള്ള പ്രസ്താവനകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്നും പാട്ടം ചുമത്തുക, അത് തെറ്റാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം പാട്ടം ചുമത്തലല്ല, മറിച്ച് എന്തായിരുന്നു? അന്യായമായ പാട്ട വ്യവസ്ഥകൾ ഒഴിവാക്കി കൃഷിക്കാരെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി, ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക, അത് ശരിയാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവന തന്നെയാണ്. കാരണം ഭൂപരിധി നിശ്ചയിക്കൽ എന്നാൽ എന്താണ്? ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് നിയമപരമായി നിജപ്പെടുത്തുന്ന പ്രക്രിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂപരിധി നിശ്ചയിക്കൽ. ഇതിൽ കൂടുതൽ വരുന്ന ഭൂമി എന്താണ്? സർക്കാർ ഏറ്റെടുക്കുന്നു. അതാണ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. അപ്പോൾ അത് ശരിയാണ്. ഇനി അടുത്തത്, കാർഷിക ഉൽപാദനക്ഷമതയിലെ പ്രാദേശിക അസമത്വം വർദ്ധിപ്പിക്കുക, അതും തെറ്റാണ്. കാരണം എന്താണ്? ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുന്ന എന്നതല്ല, മറിച്ച് എന്തായിരുന്നു? അസമത്വങ്ങൾ കുറയ്ക്കുക എന്നതായിരുന്നു. അപ്പം അതും തെറ്റാണ്. ഇനി അടുത്തത് 4ാമത്തെ പ്രസ്താവന നോക്കാം. ഭൂവുടമസ്ഥത, അതായത് ഭൂവുടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക, അതും ശരിയാണ്. കാരണം എന്താണ്? കൂടുതൽ ഭൂമിയുള്ളവരിൽ നിന്ന് അത്
തിരിച്ചെടുത്ത് സർക്കാർ ഭൂമിയാക്കുക എന്നുള്ളതായിരുന്നു. അതായത് അപ്പോൾ ഭൂപരിധി നിശ്ചയിച്ചിലൂടെ എന്താണ് അധികമായി ഭൂമി വരുന്നത് പിടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഭൂപരിധി നിശ്ചയിക്കൽ എന്നുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. അപ്പോൾ എന്താണ് അതിൽ ചോദ്യം എന്നാണ്, വികസിത് ഭാരത് ആണ്. എന്താണ് വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരം നടപ്പിലാക്കുന്നതിനുമായാണ് എന്താണ് 2025 ഏപ്രിൽ 3 വികസിത് ഭാരത് സ്ഥാപിതമായത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 100ാം വാർഷികമായ 2047, അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ 100ാം വാർഷികം വരുന്നത് 2047. ആ 2047 രാജ്യത്തെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദീർഘകാല ദർശനമാണ് എന്താണ് വികസിത് ഭാരത് 2047. ഈ ലക്ഷ്യം മുൻനിർത്തി ഭരണപരമായ ഘടനകളിൽ മാറ്റം വരുത്താനാണ് നീതി ആയോഗ് ഈ പ്രത്യേക വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വികസിത് ഭാരതാണ് ഇവിടെ ഉത്തരം വരുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നീതി ആയോഗ് സംവിധാനമാണ്, ഒരു പ്രത്യേക വിഭാഗമാണ് വികസിത് ഭാരത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? ഉദാരവൽക്കരണവുമായി അതായത് ലിബറലൈസേഷനുമായി ബന്ധമില്ലാത്ത നയം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, അത് ബന്ധമില്ലാത്ത നയമാണ്. ബാക്കി 3ഉം ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക, അതും ശരിയാണ്. അതായത് ഉദാരവൽക്കരണത്തിന് ബന്ധമുള്ള നയമാണത്. കാരണം വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം എളുപ്പമാക്കുന്നതിനായി കസ്റ്റംസ് ഡ്യൂട്ടിയും ഇറക്കുമതി നിയന്ത്രണങ്ങളും കുറയ്ക്കുന്നത് ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം ഗവൺമെൻറ് ഇല്ലാതാക്കി, അതും ഉദാരവൽക്കരണമാണ്. കാരണം എന്താണ്, അത് ചെറുകിട മേഖലയ്ക്ക് മാത്രം മാറ്റിവെച്ചിരുന്ന പല ഉൽപ്പന്നങ്ങളും വലിയ കമ്പനികൾ നിർമ്മിക്കാൻ അനുവാദം നൽകിയത്, അപ്പോൾ വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് ഇതിൻ്റെ ഭാഗമാണ്. അതും ഉദാരവൽക്കരണത്തിൻ്റെ നയമാണ്. ഇനി അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക, അതുമായി ബന്ധപ്പെട്ടതല്ല, അത് തെറ്റാണ്. ഇനി കമ്പനി നികുതി നിരക്ക് കുറച്ചു, അതും ഉദാരവൽക്കരണ നയമാണ്. അതായത് ബിസിനസ് മേഖലയിലെ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായം ചെയ്യൽ എളുപ്പമാക്കുന്നതിനും വേണ്ടി ടാക്സ് നിരക്കുകൾ ലളിതമാക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഉദാരവൽക്കരണത്തിന് നയമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്ത നയം. അടുത്ത ചോദ്യം, ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടനയാണ് ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO എന്നെല്ലാം നമ്മൾ പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ലോക വ്യാപാര സംഘടനയാണ്. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 ജനുവരി 1 നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന ആസ്ഥാനം പഠിച്ചു വയ്ക്കണം. അത് സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി മറ്റു ഓപ്ഷനുകൾ നോക്കുക. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അതിനെ IMF എന്ന് പറയുന്നു. അത് 1945 പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയാണ്.
അതുപോലെ തന്നെ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വാഷിങ്ടൺ DC ആണ്. ഇനി അടുത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മൾ ADB എന്ന് പറയുന്ന ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അത് 1966 സ്ഥാപിതമായതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആസ്ഥാനവും പഠിച്ചു വെക്കണം. ഫിലിപ്പീൻസിലെ മനിലയാണ് ADBയുടെ, അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഇനി അടുത്തത് നബാർഡാണ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇന്ത്യയുടെ ഗ്രാമീണ കാർഷിക മേഖലയുടെ പുരോഗതിക്കായിട്ട് 1982 ജൂലൈ 12 അത് സ്ഥാപിക്കപ്പെട്ടത്. അത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നബാർഡിൻ്റെ സ്ഥാപിക്കപ്പെട്ട ദിവസം 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഇവിടെ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ A ആണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്. മറ്റു 3 കമ്പോളമിച്ചം വർദ്ധിച്ചു, അതും ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടമാണ്. ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു, അതും ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടമാണ്. കാരണം എന്താണ്, ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ വില്യം ഗാർഡ് ഹരിത വിപ്ലവം, നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് വില്യം ഗാർഡ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. ഇനി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, അത് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അപ്പോൾ ഇവിടെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത്. ഉത്തരം ഓപ്ഷൻ A ആണ്. ഇനി അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികളുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വീണ്ടും പഞ്ചവത്സര പദ്ധതികളിൽ നിന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുവരെ, ഇപ്പോൾ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായത്, പഞ്ചവത്സര പദ്ധതികൾ കൃത്യമായിട്ട് പഠിച്ചാൽ 5 മാർക്കിൽ 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൃത്യമായി വരുന്നുണ്ട്. നികുതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായത് എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്, അതും ശരിയാണ്. ഇനി വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്, അതും ശരിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കിയാണ്, അത് തെറ്റാണ്. കാരണം അതെന്താണ്, ഹരോഡ് ഡോമർ മോഡൽ ചെയ്ത പദ്ധതി ഏതാണ്? അത് നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോഡ് ഡോമർ മോഡൽ ചെയ്തത്. 2ാം പഞ്ചവത്സര പദ്ധതി നമ്മളുടെ മഹലനോബിസ് PC മഹലനോബിസ് മാതൃകയാണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ B ആണ് ഉത്തരമായി വരുന്നത്. 1ഉം 2ഉം മാത്രം ശരിയാണ്. കാരണം എന്താണ്, 2ാമത്തെ പ്രസ്താവന വാർഷിക പദ്ധതികൾ ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയത് എന്തിനിടയിലാണ്? 3ാം പദ്ധതിയുടെയും 4ാം പദ്ധതിയുടെയും ഇടയിലാണ്. കാരണം നമ്മൾ 1962 ഇന്ത്യ ചൈന യുദ്ധം കാരണം, 1965 ഇന്ത്യ പാക് യുദ്ധം, അതൊക്കെ കാരണമാണ് 3ാം പദ്ധതി, അതായത് 1961നും 66നും ശേഷം 4ാം പദ്ധതി നേരിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? 1966 മുതൽ 69 വരെയുള്ള 3 വർഷങ്ങളിൽ എന്താണ് നടപ്പിലാക്കിയത്? ആനുവൽ പ്ലാൻസ് അഥവാ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആ കാലയളവിനെ നമ്മൾ എന്തുകൂടി പറയാറുണ്ട്? പ്ലാൻ ഹോളിഡേ എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ പ്ലാൻ ഹോളിഡേ എന്നാന്ന് ചോദിച്ചാൽ 1966 മുതൽ 69 വരെയാണ് ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയ ആ കാലയളവാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഇനി ഡോമർ മോഡൽ 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PC മഹലനോബിസ് മാതൃകയാണ്.
അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി 1 ആൻഡ് 2 മാത്രം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം വീണ്ടും ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതു എന്നുള്ളതാണ് ചോദ്യം. വീണ്ടും വേറൊരു രീതിയിലാണ് അടുത്ത ചോദ്യപേപ്പറിൽ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം വിശകലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചവത്സര പദ്ധതി, ഹരിത വിപ്ലവം ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ PYQ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം എന്താണ്? ഓപ്ഷൻ സി, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി. അത് തെറ്റാണ്. കാരണം ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടത്തിൽ, അതായത് 1960കളുടെ മധ്യം മുതൽ 70കളുടെ മധ്യം വരെ എന്നുള്ളത് പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. അതായത് ഹരിത വിപ്ലവം തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ എന്താണ്, പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ഉത്തർപ്രദേശ് തുടങ്ങിയവരിൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അത് ശരിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. അത് തെറ്റാണ്. പലപ്പോഴും പല ചോദ്യപേപ്പറുകളിലും വന്നിട്ടുള്ളതാണത്. അത് തെറ്റാണ്. കാരണം എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും ഗുണം കിട്ടിയത് മുൻകിട കർഷകർക്കാണ്. കാരണം എന്താണ്? ആവശ്യമായ രാസവളങ്ങൾ, കീടനാശിനികൾ, ട്രാക്ടറുകൾ ഒന്നും എന്താണ് ചെറിയ കർഷകർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയോജനം ആദ്യഘട്ടങ്ങളിൽ പ്രധാനമായും ലഭിച്ചത് എന്താണ്? വൻകിട കർഷകർക്ക് തന്നെയാണ്. ഇനി അടുത്ത, കാർഷിക ഉൽപാദനവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. കാർഷിക ഉൽപാദനം, പ്രത്യേകിച്ച് ആദ്യ ഘട്ടങ്ങളിൽ എന്താണ്, ഗോതമ്പിനൊക്കെ നല്ല ഉൽപാദനം കിട്ടുകയുണ്ടായി. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന ഇവിടെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നിക്കുന്ന കുറച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് കണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാവരും ഇനിയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.